ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവരുകളെ, പ്രിയങ്കരനായ സുഹൃത്ത് സിൻസാറുൽ ഹക്ക് ഉദവി അവരുകളെ, മറ്റു വേദിയിലും സ്റ്റേജിലുമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നാം കൂടിയിരിക്കുന്നത്. നാം ഈ പാതിരാവിൽ ഇവിടെ സമ്മേളിച്ചത് അള്ളാഹു സ്വീകരിക്കട്ടെ. മഹാന്മാരായ ആളുകൾ ഒന്നിച്ച് ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മഹത്തായ ഒരു കാര്യമാണ്. മാത്രമല്ല സലാത്തിൻ്റെ ഒരു വാർഷികം കൂടിയാണ് നാം ഇവിടെ അനുസ്മരിക്കുന്നത്. സലാത്ത് ദിക്ർ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യ സാമ്പത്തിക സ്രോതസ്സിനുള്ളൊരു മാർഗമായി സ്വീകരിച്ച കാലഘട്ടമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം, ഇതിൻ്റെയൊക്കെ ബേസിക് എന്താണെന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വരികയുണ്ടായി. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് ഇഹ്സാൻ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും വിശദീകരിക്കേണ്ടായി. പിന്നീട് ഇഹ്സാൻ എന്താണെന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം കാണുന്ന രൂപത്തിൽ ആരാധിക്കുക. അല്ലാഹുവിനെ നാം കാണുന്നില്ലെങ്കിലും അല്ലാഹു നമ്മെ കാണുന്നുണ്ടെന്നുള്ള ആ ചിന്താഗതിയിൽ ആരാധിക്കുക. ചുരുക്കി പറഞ്ഞാൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇഖ്ലാസോടുകൂടെ ചെയ്യുക എന്നതാണ് ഇഹ്സാൻ. അതാണ് യഥാർത്ഥത്തിൽ തരീഖത്തിൻ്റെ മശായിഖന്മാർ ജനങ്ങളെ ആ ഇഖ്ലാസ് ഉണ്ടാക്കുവാനുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു, മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അങ്ങനെ ആ മഹാന്മാരായ ആളുകൾക്ക് അതിൻ്റെ ആ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റസൂലുള്ളാഹിൻ്റെ അവിടെ നിന്നുള്ളൊരു ഈമാനിക പ്രകാശം ലഭിച്ചുകൊണ്ട് അത് മഹാന്മാരായ മറ്റാളുകളിലേക്ക് പകർന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിലൂടെ തന്നെ ഒരു രൂപത്തിലും, അതുപോലെ തന്നെ ഈ 4 സഹാബത്തിൻ്റെ മറ്റു ആളുകളിലൂടെയും എത്തിക്കൊണ്ടിരുന്ന ഒരു തരീഖത്തിൻ്റെ, അത് മഹാന്മാരായ ഹബീബുൽ അജമി, ദാവൂദ് തായി, മൂസറിള്ള, അലി മൂസറിള്ള, മഅറൂഫുൽ കർക്കി, അബുൽ ഖാസിം ജുനൈദി, അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി, സയ്യിദ് അബു മദിയൻ, അബ്ദുസ്സലാം ഇബ്നു ബഷീഷ്, അബുൽ ഹസൻ ഷാദലി, ഇങ്ങനെ മഹാന്മാരായ ആളുകളിലൂടെ വന്ന റൂട്ടാണ്. ആ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ ഉൾക്കൊണ്ട ഒരുപാട് മഹാന്മാരായ ആളുകളിലൂടെ കിട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ഐസ തങ്ങളിലൂടെ, ബഹുമാനപ്പെട്ട സഅദ്ദീൻ മറാദ് തങ്ങളിലൂടെ, ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന് ലഭ്യമായിരിക്കുന്ന ഒരു പ്രകാശകിരണമാണ് യഥാർത്ഥത്തിൽ ഈ ദിക്ർ സലാത്തുകളൊക്കെ ബഹുമാനപ്പെട്ടവരുടെ സമ്മതപ്രകാരം നടത്തുന്ന സംവിധാനം. നമുക്ക് ദിക്റും സലാത്തും ഒക്കെ ചെല്ലാറുണ്ട്. മഹാന്മാരായ ആളുകളുടെ വന്നുകൊണ്ട്
അവരുടെ സമ്മതത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ ദിക്ർ സലാത്തുകൾ യഥാർത്ഥത്തിൽ ഖൽബിൻ്റെ ശുദ്ധീകരണത്തിന് മഹാന്മാരായ തരീഖത്തിൻ്റെ മശായിഖന്മാർ നൽകുന്ന ചെറിയ ചെറിയ ഡോസുകളാണ് ദിക്ർ സലാത്തൊക്കെ പറഞ്ഞത്. അപ്പം മഹാന്മാരായ ആളുകൾ നിർദ്ദേശിക്കുന്ന ആ അദ്കാറുകൾ ജീവിതത്തിൽ പകർത്തുകയും ഖൽബ് അതുകൊണ്ട് ശുദ്ധി വരുത്തുകയും ചെയ്യാൻ സാധിക്കും. ചില ചെറിയ ചെറിയ ക്യാപ്സ്യൂളുകളൊക്കെ കഴിച്ചാൽ നമുക്ക് വരുന്ന രോഗങ്ങളൊക്കെ ശിഫാകും. അതുപോലെ തന്നെ ഖൽബിന് സംഭവിക്കുന്ന രോഗങ്ങളെ ശിഫയാക്കുവാൻ, അതിലൂടെ ഖൽബിന് തസ്കിയത്തുണ്ടാകുവാൻ, അതിലൂടെ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഖ്ലിസായി നിർവഹിക്കുവാൻ സാധിക്കുന്ന സംവിധാനങ്ങളാണ് ദിക്ർ സലാത്തൊക്കെ. പക്ഷേ ഇന്നതൊക്കെ മറ്റേതോ രൂപത്തിൽ ധനസമ്പാദനത്തിനായി ഉപയോഗിക്കുന്നൊരു കാലഘട്ടമാണ്. അള്ളാഹു അത്തരം ആളുകളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഇതൊക്കെ തസ്കിയത്തുൻ നഫ്സ്, ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം, അതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിന് മഹാന്മാരായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കണ്ണി മുറിയാതെ ആ പ്രകാശകിരണങ്ങൾ ലഭിച്ച ആളുകളായിരിക്കണം. അൽഹംദുലില്ലാഹ്, നമ്മെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഉസ്താദ് അത്തരം ആ കിരണം ലഭിച്ച ഒരു മഹാവ്യക്തിത്വമാണ്. ബഹുമാനപ്പെട്ട അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. തൻ്റെ ജീവിതത്തിലൊക്കെ താൻ ഒരുപാട് ആളുകൾക്ക് ആ പ്രകാശകിരണങ്ങളിലൂടെ തസ്കിയത്ത് നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ട കാര്യമാണ്. അള്ളാഹു മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഈ വയസ്സായ സമയത്തും ഇത്തരം കാര്യങ്ങൾക്കുള്ള ആവശ്യത്തോടെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് കാലമായി ദീനിയായ കാര്യങ്ങൾക്ക് വളരെ ആവേശത്തോടെ കൂടെ ബഹുമാനപ്പെട്ട നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ടവരുടെ പ്രവർത്തനം യിൽ പ്രത്യേകിച്ച് ഒരുപാട് ആളുകളെ ഈ രൂപത്തിൽ തസ്കിയത്ത് ചെയ്ത് ദീനീ ഖിദ്മത്തിലായിക്കൊണ്ട് വളർത്തിയെടുക്കാൻ സാധിക്കുന്നു. ഇന്ന് അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ടവർ നാട്ടിലായിക്കൊണ്ട് ഒരുപാട് ആളുകളെ ദീനീ ഖിദ്മത്തിലൂടെ തസ്കിയത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലായി യിലും മറ്റു ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ ഈ ബഹുമാനപ്പെട്ടവരുടെ ആ സലാത്ത് മജ്ലിസ് നടന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സഅദ്ദീൻ മുറാദ് നവറല്ലാഹു മർഖദഹു മഹാനവറുകൾ ഉസ്താദിന് ആ സമ്മതം നൽകിയ ഒരു ദിവസം കൂടിയാണിന്ന്. ഷഅബാൻ 22, 1992 ഷഅബാൻ 22 ബഹുമാനപ്പെട്ട ഷെയ്ഖുന സഅദ്ദീൻ മുറാദ് നവറല്ലാഹു മർഖദഹു മഹാനവറുകൾ ഉസ്താദിന് അതിനുള്ള എല്ലാ യോഗ്യതകളും നൽകിയത്. അൽഹംദുലില്ലാഹ്, അതും ഈ സന്ദർഭത്തിൽ സ്മരണീയമാണ് എന്ന് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരിൽ നിന്നും അത്തരം ദിക്റുകളൊക്കെ കരസ്ഥമാക്കുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തണം. അതിലൂടെ നമുക്ക് ഖൽബിൻ്റെ രോഗങ്ങളൊക്കെ നമുക്കൊക്കെ ഉള്ള ഒരുപാട് രോഗങ്ങളുണ്ട്. കിബിർ, ബഹുമാനപ്പെട്ട സിംസാറുൽ ഹക്ക് പറഞ്ഞ പോലെ ഈ തസ്കിയത്തിന് നമ്മുടെ ഖൽബിനൊക്കെ വരുന്ന രോഗങ്ങൾ കിബിർ, ഹസദ്, റിയാ, ഇതൊന്നും ഒരു മിനിറ്റ് കൊണ്ട് ആർക്കും എടുത്തു കളയാൻ സാധ്യമല്ല. അതൊക്കെ മഹാന്മാരായ ആളുകളിൽ നിന്ന് കിട്ടുന്ന ദിക്ർ സലാത്തുകൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുള്ള ക്യാപ്സ്യൂളുകൾ അതൊക്കെ എല്ലാവരും ഉപയോഗപ്പെടുത്തണം. ഞാൻ സന്ദർഭവശാൽ ഈ സന്ദർഭത്തിൽ നിങ്ങളോടൊക്കെയും ഞാൻ എന്നോടും എൻ്റെ സ്വന്തം നഫ്സിനോടും ഒക്കെ ഉപദേശിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിലായിക്കൊണ്ട് ഏകദേശം 22 ഏക്കർ സ്ഥലത്തുള്ള സംവിധാനത്തിൽ അവിടെ പള്ളി, ആർട്സ് കോളേജ്, വാഫി കോളേജ്, ഇപ്പോൾ വഫിയ കോളേജ്, CBSE സ്കൂൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ അടുത്ത് തന്നെ ഫതുഹുൽ ഫത്താഹി എന്ന പേരിൽ ആത്മീയ കേന്ദ്രം
അൽഹംദുലില്ലാ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങളുടെയൊക്കെ അതിന് വേണ്ടി സഹായ സഹകരണങ്ങൾ ചെയ്ത ആളുകൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അവർ നൽകിയ സമ്പത്തിലും ഉദ്ദേശിച്ച കാര്യങ്ങളിലൊക്കെ ബർക്കത്തും ഖൈറും ബർക്കത്തും ബഹുമാനപ്പെട്ടവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് അൽഹംദുലില്ലാ ഒരു വഫിയ കോളേജ് ആ ഗ്രേസ് വാലിയിൽ തുടങ്ങിയിരിക്കുകയാണ്. ഏകദേശം 80 കുട്ടികളെ എടുക്കാനായിരുന്നു ഞങ്ങളൊക്കെ തീരുമാനിച്ചത്. ഉസ്താദിൻ്റെ വിശാലമായ മനസ്കത 103 കുട്ടികളെ അവിടെ എടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ കുട്ടികൾക്കൊക്കെ യഥാർത്ഥത്തിൽ നമുക്കവിടെ പഠിപ്പിക്കാനുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സംസാറുൽ ഹക്ക് ഉദവി ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് വിശദീകരിച്ചു. കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ അള്ളാഹു തൗഫീക്ക് നൽകണം. ആ തൗഫീക്ക് നൽകിയ ആളുകൾക്കൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. സമയം ഒരുപാട് ആയിക്കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സംസാറുൽ ഹക്ക് ഉദവിക്ക് 3 മണിക്ക് മറ്റോ ഫ്ലൈറ്റ് തിരിച്ചു പോകേണ്ടതാണ്. ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഒരുപാട് ഉസ്താദിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരുടെ എത്തിയിട്ടുള്ളത് എന്ന് പ്രത്യേകം പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വളരെ ഒരുപാട് ചെറുപ്പക്കാർക്ക് ദീനിപരമായ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കണം. ബഹുമാനപ്പെട്ട അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അതുപോലെ തന്നെ ഈ വഫിയ കോളേജിന് വേണ്ടി അവിടെ ഒരുപാട് സംവിധാനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം പുതിയ 101 കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ കൊടുക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ 101 കുട്ടികൾക്ക് അഡ്മിഷൻ. 1700 കുട്ടികൾ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് കേരളത്തിൽ 220 സീറ്റാണ് കൊടുക്കാനുള്ളത്. 220 സീറ്റ് എന്ന് പറഞ്ഞാൽ 80 സീറ്റ് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വഫിയ കോളേജിൽ നിന്ന് കൊടുത്തുകൊണ്ട് 220 സീറ്റാണ് കൊടുക്കാൻ സാധിച്ചത്. പെൺകുട്ടികളൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നാട്ടിൽ വളരെ പ്രയാസകരമായ ഒരവസ്ഥയാണ്. നെറ്റും മൊബൈലും സുലഭമായ ഈ കാലഘട്ടത്തിൽ എല്ലാം വഴിതെറ്റിപ്പോകുവാനുള്ള ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഈ വഫിയ കോഴ്സിന് ചേർക്കണം എന്ന് വെച്ചു. പക്ഷേ നമുക്ക് കേരളത്തിലുള്ള സംവിധാനമില്ല. എല്ലാ ആളുകളും അങ്ങനെ സംവിധാനം ചിന്തിക്കണം. ഓരോ മഹല്ലത്തിലും ഓരോ നാട്ടിലും അങ്ങനെ ഒരു വഫിയ കോളേജിലുള്ള സംവിധാനം ചിന്തിക്കണമെന്ന് ഞാൻ നിങ്ങളോടൊക്കെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഉപദേശിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതിനു വേണ്ടി ഓരോ കുട്ടിക്ക് ഒരു ബെഡ്, ഒരു കട്ടിൽ, 2 കുട്ടികൾക്ക് ഒരു കട്ടിൽ, അതിന് 8200 ഉറുപ്പിക വേണം. അതുപോലെ ഒരുപാട് സംവിധാനങ്ങൾ കാശ് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനൊക്കെ സാധിക്കുന്ന ആളുകൾ വേണ്ട കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ തന്നെ പറഞ്ഞ് ആ ഫോം പൂരിപ്പിച്ച് വേണ്ട ആളുകളൊക്കെ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ ഉസ്താദ് കൂടി പറയും. ബഹുമാനപ്പെട്ട അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ ദുആ അതാണ് നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഉസ്താദിൻ്റെ ദുആ അത് ഈ കൂട്ടത്തിലൊക്കെ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിനെ കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഒരുപാട് ആളുകൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുആയിൽ പങ്കെടുത്ത എല്ലാവരും പിരിഞ്ഞു പോകാമെന്ന് ആശിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.